ഇത് നമ്മുടെ ദീപാവലി ദിവസത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഇച്ചിരി വൈകിപ്പോയി ഇടാനായിട്ട്. ദീപാവലിയുടെ തലേദിവസം മുതലേ തന്നെ എല്ലാവരും സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് തന്നു തുടങ്ങി. നമ്മൾ ഈ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലാണ് ഏറ്റവും കുറവ് ആഘോഷങ്ങളെന്ന്. ഇപ്പോൾ ഈ ദീപാവലിയൊക്കെ നോർത്ത് ഇന്ത്യൻസും നമ്മുടെ തമിഴ്നാട് മുതൽ തന്നെ എന്ത് ഭംഗിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ പക്ഷേ കേരളത്തിൽ കുറച്ചുകൂടെ അതൊക്കെ ആഘോഷങ്ങളായി തുടങ്ങി. ഇത് കണ്ടോ, ഇത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നെയ്ബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ നമ്മുടെ ശർക്കര വരട്ടിയുടെ ഫാൻ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഈ ദീപാവലി വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കണ്ടില്ലേ, ഈ ഡോറിൻ്റെ എല്ലാം ഫ്രണ്ടിൽ രംഗോലിയൊക്കെ വരച്ച് ദീപമൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ദീപമൊക്കെ കത്തിച്ച് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ദുബായ് മൊത്തത്തിലെ ഇന്ത്യക്കാരുള്ള ഏരിയയിലെല്ലാം ഭയങ്കര ആഘോഷമാണ്. നമ്മുടെ ഏരിയയിലൊക്കെ തന്നെ നല്ല ആഘോഷമുണ്ട്. ഇത്തവണ സ്പെഷ്യലായിട്ട് കരാമ പോകാമെന്ന് വിചാരിച്ചു. ദീപാവലി അല്ലേ, അപ്പോൾ കളർഫുള്ളായിട്ടുള്ളൊരു സാരിയൊക്കെ ഉടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരാമ എത്തി. ഇവിടെ നല്ല ആഘോഷമാണ് കേട്ടോ ദീപാവലിക്ക്. ഇവിടെ കൂടുതൽ ഇന്ത്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ബിൽഡിങ്സിനും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നൈറ്റ് ടൈമിൽ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ എത്തിയ ടൈമിൽ പടക്കം പൊട്ടിയും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിക്കാം. ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ കയറി. ലസ്സി ഇല്ലാതെ എന്താഘോഷം പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്. അപ്പോൾ ലസ്സി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടിയും പിന്നെ പനീറും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് സമയം അവിടെ നിന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു പോകുന്നു. കാരണം ട്രാഫിക്കൊക്കെ കൂടുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ അടുത്തും ഭയങ്കര ആഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് ഓർത്തു. ഈ ബിൽഡിങ്ങൊക്കെ ഏകദേശം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ദിവസം അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്